കാലം സാക്ഷിയായ അത്ഭുതങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകളോളം ഉറക്കത്തിലാണ്ടുപോയ ഒരു കൂട്ടം യുവാക്കളുടെയും അവരുടെ വിശ്വസ്തനായ ഒരു നായയുടെയും കഥ. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായത്തിലൂടെ ലോകത്തിന് നൽകിയ വലിയൊരു അടയാളം. അസ്ഹാബുൽ കഹ്ഫ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള അഫ്സൂസ് നഗരം. അവിടെ ദക്കിയാനോസ് എന്ന ക്രൂരനായ ഒരു രാജാവ് ഭരിച്ചിരുന്നു. വിഗ്രഹാരാധനയിൽ മുഴുകിയ അയാൾ നഗരവാസികളെ മുഴുവൻ അതിനായി നിർബന്ധിച്ചു. വിഗ്രഹങ്ങളെ വണങ്ങാത്തവർക്ക് ക്രൂരമായ ശിക്ഷകൾ അയാൾ കാത്തുവെച്ചു. എന്നാൽ ആ കൊട്ടാരത്തിനുള്ളിൽ തന്നെ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ സൂക്ഷിച്ച ഏതാനും യുവാക്കളുണ്ടായിരുന്നു. രാജാവിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു അവർ. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ അവർ സ്നേഹിച്ചത് ഏകനായ ദൈവത്തെയായിരുന്നു. അവരുടെ വിശ്വാസം രാജാവ് അറിഞ്ഞതോടെ ഒന്നുകിൽ വിഗ്രഹങ്ങളെ വണങ്ങുക, അല്ലെങ്കിൽ മരണം വരിക്കുക എന്നതായിരുന്നു അവർക്ക് മുന്നിലുള്ള വഴി. തങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാൻ അവർ ഒരു തീരുമാനമെടുത്തു. ഇരുട്ടിന്റെ മറവിൽ ആ നഗരം വിടുക. കൊട്ടാരത്തിലെ സകല സുഖങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ മലനിരകളിലേക്ക് യാത്രയായി. ആ യാത്രയിൽ അവർക്കൊപ്പം ചേർന്നത് ഒരു വിശ്വസ്തനായ നായയായിരുന്നു, ഖിത്മീർ. ക്ഷീണിതരായ ആ യുവാക്കൾ ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഭയവും തളർച്ചയും നിറഞ്ഞ അവരുടെ കണ്ണുകളിൽ പതുക്കെ ഉറക്കം പടർന്നു. നാഥ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ ഈ യാത്രയിൽ നേർവഴി കാണിക്കണമേ എന്ന അവരുടെ പ്രാർത്ഥന ആ ഗുഹയുടെ ഭിത്തികളിൽ മാറ്റൊലികൊണ്ടു. അല്ലാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അവർക്ക് മേൽ അവനൊരു മഹാനിദ്ര ചൊരിഞ്ഞു. അവരുടെ വിശ്വസ്തനായ നായ ആ ഗുഹയുടെ കവാടത്തിൽ കാവലിരുന്നു. പുറത്ത് രാജാവിന്റെ സൈന്യം അവരെ വേട്ടയാടാൻ മലനിരകൾ അരിച്ചുപെറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഗുഹയ്ക്കുള്ളിൽ സമയം നിശ്ചലമായി. ആ ഉറക്കം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ലോകം എങ്ങനെയായിരിക്കുമെന്നോ ആ യുവാക്കൾ അറിഞ്ഞിരുന്നില്ല.